നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. യാതൊരു കെമിക്കൽ ഡൈകളും ഉപയോഗിക്കാതെ, അതും സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ ഒറ്റ യൂസിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതും നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നതും. അപ്പോൾ നിങ്ങളുടെ മുടി വളരുന്നില്ലെങ്കിലും ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്തു നോക്കണം. 2 കാര്യങ്ങളാണ് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടി നല്ല സ്ട്രോങ് ആക്കാനായിട്ടും സഹായിക്കും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചായപ്പൊടി നല്ലൊരു ഹെയർ കണ്ടീഷണർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ നല്ല ബ്രാൻഡിന്റെ ചായപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് ആണ് ഭൂരിഭാഗം മുടി കൊഴിച്ചിലിനും അതേപോലെ തന്നെ അകാല നരയ്ക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ചായപ്പൊടി നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് ഇല്ലാതാക്കാനും അതോടൊപ്പം മുടിക്ക് നല്ലൊരു സിൽക്കി ടെക്സ്ചർ കിട്ടാനായിട്ടും സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കോഫി പൗഡർ ആണ്. ഇതിപ്പോൾ സാധാരണ കോഫി പൗഡർ ആണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള നിറം നൽകാനായിട്ട് സഹായിക്കും. കെമിക്കൽ ഹെയർ ഡേകളോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള പൗഡറുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. പലരും പല രീതിയിലാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. കാരണം ഈ ചട്ടിയിലെ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം പാടില്ല. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ കുറച്ചധികം പൗഡർ തയ്യാറാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ടും എളുപ്പമായിരിക്കും. ഇനി ഇരുമ്പിന്റെ ചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ബ്രാൻഡിന്റെ നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അതായത് അധികം കെമിക്കൽ ചേർക്കാത്ത പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. എന്നിട്ട് 1/4 ഗ്ലാസ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ചൂടാക്കി വറ്റിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ചൂടായി ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് കുറുകി വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ വറ്റി വരുമ്പോൾ നല്ലൊരു ഹെയർ ഡേയുടെ കൺസിസ്റ്റൻസിൽ ഇത് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. അതും വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ടും. അതുമാത്രമല്ല ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടും. ഇത് ചെറിയ രീതിയിൽ ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നീലാമരിപ്പൊടി മുടി കറുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. എന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് ഒരുപാട് നാൾ നമ്മുടെ മുടിയിൽ നിലനിൽക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയുടെ ചൂടാറുന്നത് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതായത് 1 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഹെയർ ഡേ നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ ഷാമ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേകൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡേ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ വെളുത്ത മുടികളും നല്ല 100% ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതേപോലെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീകി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു ഹെയർ ഡേയുടെ കളറ് പിടിക്കുന്നതാണ്.
അതും ഒരുപാട് നാൾ നമ്മുടെ മുടിയിൽ ആ ഒരു ബ്ലാക്ക് കളർ നിലനിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഹെയർ ഡേ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.